എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജ് സാലഡാണ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും കൊളസ്ട്രോളും ഡയബറ്റിക് ഒക്കെ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും നിത്യവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു നേരത്തെ ഭക്ഷണം ഇതൊന്നും ആക്കിയാൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരം മെച്ചപ്പെടുത്താനും സാധിക്കും. പലവിധ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനും സാധിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഫ്രൂട്ട്സും പച്ചക്കറികളും വെച്ചിട്ടാണ് ഈ ഒരു സാലഡ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾ സാലഡ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു കുക്കുംബറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുക്കുംബർ ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റ് പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാളയാണ്. സവാളയും പൊടിയായി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു തക്കാളി കുരുവെല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തക്കാളി ചേർത്തതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പിൾ കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആപ്പിൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത്രയും ആയാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 100 ഗ്രാം അളവിൽ വെള്ളക്കടല ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു കടല കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കടലയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ആയാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കാം. മല്ലിയില കൂടുതൽ അളവിൽ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരിയും ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ സാലഡിന് ഒരു ചെറിയ എരിവ് കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിലെ ചാട്ട് മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അതിനുശേഷം നല്ലോണം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഇത്രയും തന്നെ പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാബേജോ ക്യാപ്സിക്കമോ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് തയ്യാറാക്കി എടുക്കാനായിട്ടും ഏറ്റവും നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി, ചോറ് ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള ഹെൽത്തി സാലഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു സാലഡ് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിക്കാൻ ശ്രമിക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.